എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിന്ന് ദോശ ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടി കൊണ്ടാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വാഴപ്പിണ്ടി കൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലതരം ഗുണങ്ങളടങ്ങി ഇത് പല അസുഖങ്ങൾക്കും പ്രകൃതിദത്തമായ ഒരു മരുന്നാണ്. വാഴപ്പിണ്ടി ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിന് ശരീരഭാരം കുറയ്ക്കാൻ ഇത് നല്ലൊരു ഭക്ഷണമാണ്. പിന്നെയും ധാരാളം ഗുണങ്ങൾ വാഴപ്പിണ്ടിയിലുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ പറഞ്ഞാലും വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കുന്ന കറികളൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ദോശയൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ദോശ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. തട്ടിൽ കുട്ടി ദോശയായിട്ടോ വളരെ നൈസായിട്ടോ അതൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഈ ദോശ സാമ്പാറോ ചമ്മന്തിയോ മീൻകറിയോ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ദോശയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇത് ഇത്രയും നന്നായിട്ട് കഴുകി 6 മണിക്കൂർ വെള്ളത്തിയിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വാഴപ്പിണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 കപ്പ്, 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ദോശമാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ ദോശമാവ് പുളിക്കാൻ വെക്കുന്നത് പോലെ നമുക്ക് ഈ മാവ് പുളിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ ചുട്ടു തുടങ്ങാം. ഇനി കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. 2 സൈഡും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ദോശ തയ്യാറായിട്ടുണ്ട്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ താങ്ക് യു.